ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഓൺലൈൻ ഏണിംഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ജോ. ഇന്ന് പല യൂട്യൂബ് ചാനലുകളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ ഏണിംഗ് വെബ്സൈറ്റ് എന്നുള്ള രീതിക്ക് ചില ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്. സോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അത് വർക്ക് ചെയ്താൽ എന്തെങ്കിലും കിട്ടുന്ന ഒന്നാണോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻ എനിക്ക് ആവശ്യമാണ്. സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല, സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഓൺലൈൻ മണി മേക്കിംഗ് ഇൻഫോർമേഷൻസ് മലയാളത്തിൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഏതാണ്ട് ഒരു കൊല്ലത്തിന് മുന്നേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കീഴിൽ വരുന്ന ഒരു വെബ്സൈറ്റാണ്. അതിൽ ഓൺലൈൻ മണി മേക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് വർക്ക് ചെയ്ത് കാശുണ്ടാക്കാം എന്നുള്ള രീതിക്ക് ഒരു വെബ്സൈറ്റാണ്. അതിൽ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടുമായിരുന്നു. സോ അത് എങ്ങനെയാണ് അതിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ സെർച്ച് ബാറിൽ ഡിജിറ്റൈസ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അഡ്രസ്സ് ഇങ്ങനെയാണ്, digitizeindia.gov.in എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അതിൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് കേന്ദ്ര സർക്കാർ ക്രിയേറ്റ് ചെയ്ത ആ വെബ്സൈറ്റ്. അതായത് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ആ വെബ്സൈറ്റ്, ഡിജിറ്റൽ ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായി വന്ന ഒരു വെബ്സൈറ്റാണിത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ ഡിജിറ്റൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇത്രയും ലക്ഷക്കണക്കിന് ഫയലുകൾ കാണുമല്ലോ, ഫയലുകളും അതിനകത്തുള്ള പേജുകളും, അതിനെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന്, അതുമാത്രമല്ല ആളുകളെ അതിൽ നിന്ന് കുറച്ച് അവർക്ക് പുറമേ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാശും കിട്ടും അത് വീട്ടിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ. സോ അങ്ങനെ ഒരു ഐഡിയയുടെ ഭാഗമായി വന്ന ഒരു വെബ്സൈറ്റാണ് digitizeindia.gov.in. അതിൽ നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇത് കണ്ടോ, ഇവിടെ താഴെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പൂർണ്ണമായി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എല്ലാം ഉണ്ട്. ഞാനിതിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിവ്യൂ ആണ് ഈ സൈറ്റിനെ കുറിച്ചുള്ളത്. നിങ്ങളത് പൂർണ്ണമായി കാണുക. നമ്മൾ ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ കോൺട്രിബ്യൂട്ടറാണ് ആകുന്നത്. അതായത് നമ്മുടെ ക്യാപ്ചയിൽ 2 ക്യാപ്ചയൊക്കെ ചെയ്യുന്ന പോലെ ക്യാപ്ചകളാണ് വരുന്നത്. ആ ക്യാപ്ചകളെ സ്നിപ്പറ്റ്സ് എന്നാണ് ഇതിൽ ജാർഗോൺ ചെയ്തിരിക്കുന്നത്. സ്നിപ്പറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിലാണ് ഇതിൽ പറയുന്നത്. ആ സ്നിപ്പറ്റുകളെ നമ്മൾ ഡിജിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്, ഡിജിറ്റലായിട്ട് ടൈപ്പ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതാണ് ഡു യു വാണ്ട് ടു ബിക്കം എ ഡിജിറ്റൽ കോൺട്രിബ്യൂട്ടർ എന്നതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നൗ കൊടുത്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. അതായത് ആധാറിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കൊടുക്കണം. ജെൻഡർ ഇതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. പിന്നെ ആധാർ നമ്പർ, കറക്റ്റായിട്ടുള്ള ആധാർ നമ്പർ, യൂസർ നെയിം കൊടുക്കുക, ഒരു യുണീക്കായിട്ട് യൂസർ നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇതെല്ലാം കൊടുത്ത് നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ വരട്ടെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഇതെങ്ങനെയാണ്, ഞാൻ പുതിയതായിട്ട് വരുന്ന സൈറ്റുകളെല്ലാം കയറി നോക്കാറുണ്ട്. അതൊക്കെ പേയ്മെൻറ്റ് നൽകുന്നതാണോ അതെല്ലാം നോക്കിയിട്ടാണ് ഞാനൊരു റിവ്യൂ പറയുന്നത്. സോ ഇതിൽ ഞാനൊരു മെമ്പർ ആയതുകൊണ്ട് ഞാനിൽ സൈൻ ഇൻ ചെയ്ത് കയറുകയാണ്. സൈൻ ഇൻ ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡാണ് കാണുന്നത്. അതായത് ഞാൻ ഇവിടെ സ്നിപ്പറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. പിന്നെ സ്പീഡ്, അതായത് പിന്നെ ആക്യുറസി, ക്യാരക്ടർ, ഇങ്ങനെ 4 വ്യത്യസ്ത ഇനം കളറുകളിലുള്ള ബോൾസ് പോലെയുള്ള കുറച്ച് സിമ്പിൾസാണ് കാണുന്നത്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്നിപ്പറ്റ്സ് എന്ന് വെച്ചാൽ എത്ര സ്നിപ്പറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്ചകൾ എനിക്ക് അലവ് ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അതായത് 2247 സ്നിപ്പറ്റ്സ് ഞാൻ വർക്ക് ചെയ്തു. എൻ്റെ സ്പീഡ്, ഞാൻ ടൈപ്പ് ചെയ്ത സ്പീഡാണ്. പിന്നെ എത്ര ശതമാനം ആക്യുറസി ഇതിൽ വളരെ പ്രധാനമായിരുന്നു. പിന്നെ ക്യാരക്ടേഴ്സ്, ആ സ്നിപ്പറ്റ്സിൽ ഇപ്പോൾ ആപ്പിൾ എന്നുള്ള ഒരു സ്നിപ്പറ്റ്, അത് ഒരു സ്നിപ്പറ്റാണ്. അതിൽ APPLE 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് എടുത്തിരിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വർക്ക് സ്പേസ് ഉണ്ടായിരുന്നു. ആ വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേണ്ടുന്ന ലാംഗ്വേജ്, ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു അലൗഡ്, വേറെ ലാംഗ്വേജിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലോഡ് സ്പേസ് കൊടുക്കുക. ലോഡ് സ്പേസ് കൊടുക്കുമ്പോൾ നമ്മുടെ 2 ക്യാപ്ചയിലേക്ക് ഉള്ളതുപോലെ ഇവിടെ ഓരോ ക്യാപ്ചകൾ അല്ലെങ്കിൽ സ്നിപ്പറ്റ്സ്, ഇതിൽ പറഞ്ഞാൽ സ്നിപ്പറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ ഈ ഭാഗത്തായി ടൈപ്പ് ചെയ്താണ് വിട്ടുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല 2 ക്യാപ്ചയിൽ നിന്നും ഉള്ളതുപോലെയല്ല, ഇതിൽ വളരെ കുറഞ്ഞ തുക മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇതിൽ നിന്ന് ഒരു 200 രൂപ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അക്കൗണ്ട് നമ്മൾ ആധാർ നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിലേക്കാണ് പൈസ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു 100 രൂപ കിട്ടി.
100 രൂപ കിട്ടിയിരുന്നു. ഞാനിതിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇപ്പോൾ ഇതിൽ ഈ വർക്കുകളൊന്നും ഇടുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ പിന്നെ ഇതിൽ നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന ഓൺലൈൻ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന. യഥാർത്ഥത്തിൽ ഇതിലിപ്പോൾ വർക്കുകളൊന്നും വരുന്നില്ല. സോ അങ്ങനെ വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദയവായി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ ഇനി ഭാവിയിൽ ഇത് വന്നുകൂടുന്നില്ല. ഇത് ഇനി അവൈലബിൾ ആണെങ്കിൽ ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. സോ ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ വർക്കിംഗ് പ്ലാറ്റ്ഫോം. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നേ ഉള്ളൂ. ഇതിൽ പക്ഷേ പേയ്മെൻറ്റ് കിട്ടിയിരുന്നു. എനിക്ക് ഒരു 200 രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ ഇതിൽ വർക്കുകളൊന്നും വരുന്നില്ല. സ്നിപ്പറ്റ്സ് എക്സോസ്റ്റഡ് എന്നാണ് കാണിക്കുന്നത് എപ്പോഴും മെസ്സേജ് വരുന്നത്. ഇത് രാത്രിയൊക്കെ 1 മണിക്കൂറൊക്കെ നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരെണ്ണം വന്നാലായി, 1 മണിക്കൂറിൽ ഒരെണ്ണം വന്നാലായി. മാത്രമല്ല പേയ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നെങ്കിലും 2 ക്യാപ്ചയിലോ അല്ലെങ്കിൽ വേറെ നമ്മൾ പ്രൈവറ്റായിട്ട് ചെയ്യുന്നത് പോലെയുള്ള എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടാറില്ലായിരുന്നു. വളരെ വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സോ ഈ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഓൺലൈൻ മണി മേക്കിങ്ങിനെ കുറിച്ചുള്ള പുതിയ വീഡിയോകൾ മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇന്നത്തേക്ക് വിടാം.